الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, ബുലൂഗുൽ മറാമിൽ കിതാബുൽ ജാമിഇൽ രണ്ടാമത്തെ അധ്യായമായ ബാബുൽ ബിർരി വസ്സില എന്ന അധ്യായത്തിലെ ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ വായിക്കുന്നത്. ബാബുൽ ബിർരി വസ്സില, നന്മകളും അതുപോലെ ബന്ധങ്ങൾ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളോടുള്ള നന്മകൾ ചെയ്യേണ്ട ഹദീസുകൾ വായിച്ചതിന് ശേഷം നമ്മൾ മറ്റ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി വായിച്ച രണ്ട് ഹദീസുകൾ നന്മയെക്കുറിച്ചിട്ടാണ്. കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മകളും ധർമ്മമാണ്, സദഖയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി അങ്ങനെ നന്മ എന്ന് പറയുമ്പോൾ അത് വളരെ നിസ്സാരമായ നന്മയാണെങ്കിൽ പോലും അത് പാഴാക്കരുത്, അത് ചെയ്യണം എന്നാണ് അവിടുന്ന് അറിയിച്ചത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിലൊന്നും നിസ്സാരമാക്കേണ്ടതില്ല. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ്, നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്, അതുപോലും നീ നിസ്സാരമാക്കി കാണേണ്ടതില്ല. അതിനുമൊരു സദഖയുടെ, ദാനധർമ്മത്തിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനുശേഷം പിന്നീട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഹദീസ് അത് അയൽപ്പക്ക ബന്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അയൽവാസികളോട് നാം കാണിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട അവരോടുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ നമ്മൾ നിർവഹിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. വഅൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വഅൻഹു, അദ്ദേഹത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നതായിട്ട് ചില റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ റിവായത്തിലുള്ളത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹാ വതആഹദ് ജീറാനക, അഖ്റജഹുമാ മുസ്ലിമുൻ. ഇദാ തബഖ്ത മറഖതൻ, നീ ഒരു മറഖ് പാകം ചെയ്താൽ, മറഖ് എന്ന് പറയുന്ന, മറക്കത്തുൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ഇറച്ചിയൊക്കെ ഇട്ടുകൊണ്ടുള്ള കറി അല്ലെങ്കിൽ സൂപ്പിനൊക്കെയാണ് അത് പറയുക. നീ അത് പാചകം ചെയ്യുമ്പോൾ ഫഅക്സിർ മാഅഹാ വതആഹദ് ജീറാനക, നീ അതിൽ അല്പം വെള്ളം കൂട്ടുക, എന്നിട്ട് നിന്റെ അയൽവാസിയെ പരിഗണിക്കുക, അവനത് കൊണ്ടുകൊടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസ് വിശദീകരിക്കുന്നതിന് മുമ്പ് അയൽവാസികളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, ആമുഖങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് വരാം. അപ്പോൾ അയൽവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ അയൽവാസികളോട് നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിങ്ങൾ വീട്ടേണ്ടതുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ ഹുഖൂഖുകൾ, കടമകളെക്കുറിച്ച് പറയുന്ന ആയത്തിൽ അല്ലാഹു തആല അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ പറഞ്ഞതിന് ശേഷം അവന്റെ അടിമകളോടുള്ള ബാധ്യതകൾ കൂടി, ഓരോരുത്തരും പരസ്പരം നിർവഹിക്കേണ്ട ബാധ്യതകൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. റബ്ബിനോടുള്ള ബാധ്യത പറഞ്ഞതിന് ശേഷം പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകൾ എണ്ണി അല്ലാഹു തആല പറഞ്ഞു വന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ സുഹൃതം ചെയ്യണം. വബിദിൽ ഖുർബ, അതുപോലെ തന്നെ അടുപ്പക്കാരോട്, ബന്ധുക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യണം. അത് ഉപ്പയുടെ ബന്ധമാകട്ടെ, ഉമ്മയുടെ ബന്ധമാകട്ടെ, ബന്ധുക്കളോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം. വൽ യതാമ വൽ മസാക്കീൻ, അതുപോലെ മിസ്കീന്മാരോടും യതീമുമാരോടും അഗതികളോടും അതുപോലെ തന്നെ സാധുക്കളോടുമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ വർത്തിക്കണം. ഓരോരുത്തരോടും കാണിക്കേണ്ടതായ ഹക്കുകൾ പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ വകവെച്ചു കൊടുക്കണം. പിന്നീട് അല്ലാഹു തആല അയൽവാസികളെ കുറിച്ച് പറയുകയാണ്. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബിൽ ജംബി വബിനി സബീലി വമാ മലകത ഐമാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ.
അതിനുശേഷം പറഞ്ഞത് വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, അടുത്ത അയൽവാസികളാകട്ടെ അതുപോലെ തന്നെ അകലെയുള്ള അയൽവാസികളാകട്ടെ. പണ്ഡിതന്മാർ വ്യത്യസ്ത വിശദീകരണങ്ങൾ ഇതിന് നൽകിയിട്ടുണ്ട്. ചിലർ പറഞ്ഞു വീടിനോട് ഏറ്റവും അടുത്ത അയൽവാസികളാണ് അൽ ജാറുദിൽ ഖുർബ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വാതിലിനോട് അടുത്തിട്ടുള്ള ഏറ്റവും ആദ്യം നമ്മുടെ വീട്ടിന് തൊട്ട് നിൽക്കുന്ന അയൽവാസികൾ. വൽ ജാരിൽ ജുനുബ് എന്ന് പറയുന്നത് ദൂരത്തുള്ള വീടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞത് അത് കുടുംബബന്ധമോടൊപ്പമുള്ള അയൽവാസികളാണ് അൽ ജാറുദിൽ ഖുർബ, കുടുംബബന്ധം കൂടിയുണ്ട്. പ്രത്യേകിച്ചും പഴയ കാലത്ത് ഒരു തറവാട്ടുകാരും അവരുടെ കുടുംബമൊക്കെ ഏതാണ്ട് ഒരേ ഒരു പറമ്പിലൊക്കെ ആയിരിക്കും താമസിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അയൽവാസി ബന്ധത്തോടൊപ്പം തന്നെ കുടുംബബന്ധം കൂടി നിലനിൽക്കുന്നുണ്ട്. അതാണ് അൽ ജാരുദിൽ ഖുർബ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ കുടുംബക്കാരല്ലാത്ത ആളുകളും ഉൾപ്പെടാറുണ്ട്. അവരാണ് അൽ ജാറുൽ ജുനുബ്, അകലെയുള്ള എന്ന് പറയുന്നത്. അവർ ദൂരം കൊണ്ട് അടുത്താണെങ്കിലും അയൽപ്പക്കമാണ് എങ്കിലും അവർ കുടുംബക്കാരല്ല. അപ്പൊ ഇവരോട് കുടുംബക്കാരാകട്ടെ അല്ലാത്തവരാകട്ടെ ഇവരോടൊക്കെയുള്ള ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് അയൽപ്പക്ക ബന്ധങ്ങൾ അത് 3 ഹക്കുള്ള ആളുകളുണ്ട്, 2 ഹക്കുള്ള ആളുകളുണ്ട്, 1 ഹക്കുള്ള ആളുകളുണ്ട്. 3 ഹക്കുള്ള ആളുകൾ ഈ ആയത്തിൽ പറഞ്ഞ അൽ ജാറുദിൽ ഖുർബയാണ്. അതായത് അവർ മുസ്ലിമീങ്ങളാണ് എങ്കിൽ, അവർ കുടുംബക്കാരാണ്, അവർ മുസ്ലിമീങ്ങളാണ്, ആ ഒരു ബാധ്യത അവർക്കുണ്ട്, മുസ്ലിമീങ്ങളോട് കാണിക്കേണ്ട ബാധ്യതയുണ്ട്. 2 അയൽവാസികളാണ് എന്നുള്ള ബാധ്യതയുണ്ട്. 3 കുടുംബക്കാരാണ് എന്നുള്ള ബാധ്യതയുണ്ട്. മുസ്ലിമീങ്ങളായ അയൽവാസികൾ നമുക്കുണ്ട് എങ്കിൽ, അവർ കുടുംബക്കാരുമാണെങ്കിൽ 3 ബാധ്യതകളാണ് അവരോടുള്ളത്. ഇനി ആ മുസ്ലിമീങ്ങളായ അയൽക്കാർ നമ്മുടെ കുടുംബക്കാരല്ലെങ്കിൽ 2 ബാധ്യതയുണ്ട്. കുടുംബ ബന്ധം എന്നുള്ള ബാധ്യത ഒഴിച്ചു നിർത്തിയാൽ ഇസ്ലാമിക ബന്ധം അതുപോലെ അയൽപ്പക്ക ബന്ധം, ഈ 2 ബാധ്യതകളും അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഇനി ആ അയൽവാസി ഒരു അവിശ്വാസിയാണെങ്കിൽ, മുസ്ലിമല്ല കാഫിറാണെങ്കിൽ അവനോട് അയൽപ്പക്ക ബന്ധമുണ്ട് എന്നുള്ളതാണ്. അവൻ കാഫിർ ആയതുകൊണ്ട് അവനോട് ബന്ധമില്ല എന്നുള്ളതല്ല, അവൻ മുസ്ലിം അല്ലാത്തത് കൊണ്ട് അവനോട് ബന്ധമില്ല എന്നുള്ളതല്ല. അവൻ കാഫിറാണെങ്കിലും ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത വിശ്വസിക്കാത്തവനാണെങ്കിലും അവൻ അയൽവാസിയായി നമുക്ക് വന്നു കഴിഞ്ഞാൽ അവനോട് അയൽപ്പക്ക ബന്ധമുണ്ട് എന്നാണ്. അതുകൊണ്ട് അയൽവാസികളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അവർ മുസ്ലിമീങ്ങൾ ഉണ്ടാകാം, കാഫിറുകൾ ഉണ്ടാകാം, അവർ നല്ല ആളുകൾ ഉണ്ടാകാം, മുസ്ലിമീങ്ങളിൽ തന്നെ മോശപ്പെട്ടവരും ഉണ്ടാകാം, അവരിൽ നിന്റെ ശത്രുക്കൾ ഉണ്ടാകാം, നിന്റെ മിത്രങ്ങൾ ഉണ്ടാകാം, നിന്റെ കുടുംബക്കാരുണ്ടാകാം, അല്ലാത്തവരും ഉണ്ടാകാം. ഇതെല്ലാം അയൽപ്പക്കത്തിലാണ് വരിക, അയൽവാസികളായി പരിഗണിക്കപ്പെടുന്നതാണ് എന്നാണ്. അങ്ങനെയുള്ള അയൽവാസികളുടെ ബന്ധത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് മതി അവരോടുള്ള ബന്ധം അത്ര നിസ്സാരമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കാനായിട്ട്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അവർ പറഞ്ഞത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ വനന്തു അൻഹു സയവരിസുഹു. മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ. അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വസിയത്ത് നൽകുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച വഹി എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അയൽവാസികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വസിയത്ത് ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഹത്താ വനന്തു, എനിക്ക് തോന്നിപ്പോയി, അന്നഹു സയവരിസുഹു, അവൻ അനന്തരാവകാശത്തിൽ എന്തെങ്കിലുമൊക്കെ ഓഹരി ഈ അയൽവാസിക്കും കൊടുക്കേണ്ടി വരും. അത്രയും ബാധ്യതയാണ് പറയുന്നത്. സ്വന്തം കുടുംബക്കാരോടൊക്കെ പറയുന്നത് പോലെയുള്ള പല ബാധ്യതകളും അയൽവാസിക്കുണ്ട് എന്നാണ് ഇങ്ങനെ വസിയത്ത് തന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അവൻ അവസാനം ഞാൻ മരിച്ചുപോയാൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അനന്തര സ്വത്ത് ഈ അയൽവാസിക്കും ഉണ്ടായേക്കും എന്ന് തോന്നുമാറ് വസിയത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അയൽവാസികളോട് അത്രയും വലിയ ബാധ്യതയുണ്ട്. പണ്ഡിതന്മാർ അത് ചുരുക്കി 3 പറഞ്ഞത് കാണാൻ സാധിക്കും. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവരെ ആദരിക്കുക എന്നുള്ളതാണ്. ഒന്ന്, അവരോടുള്ള ആദരവാണ്, ഇക്രാമാണ്, ഇക്രാമുൽ ജാർ, അയൽവാസിയെ ആദരിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അയൽവാസിയെ ആദരിക്കുക എന്നുള്ളത്. രണ്ടാമത്, അയൽവാസിക്ക് നമ്മളിൽ നിന്നും ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. ഒരു ഉപദ്രവവും, ശാരീരികമായോ മാനസികമായോ ഒരു ഉപദ്രവവും നമ്മളെ കൊണ്ട് അവർക്കുണ്ടാകുകയില്ല എന്ന് ഉറപ്പുവരുത്തലാണ്. മൂന്നാമത്തെ കാര്യം, അയൽപ്പക്ക ബന്ധം അത് വളരെയധികം സുഖകരമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരിൽ നിന്നും ഇങ്ങോട്ട് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടായാൽ
അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. തഹമ്മുലുൽ അദാ മിൻഹും, അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഉപദ്രവമൊക്കെ ഉണ്ടായാൽ നമ്മളത് ക്ഷമിക്കുക, അത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ 3 നിലക്കാണ് അയൽവാസിയോടുള്ള ബന്ധം അത് നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് പറഞ്ഞത് ഇക്രാമുൽ ദൈഫാണ്, അതിഥിയെ ആദരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ തന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അയൽവാസിയെ അവൻ ആദരിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ ചില റിവായത്തിൽ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അയൽവാസിയോട് നന്മയിൽ അവൻ വർത്തിക്കട്ടെ എന്ന് വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ വലാ യുഅ്ദി ജാറഹു, അവൻ തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്റെ അയൽവാസി അവൻ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ അവരോട് ഇക്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അവരോട് ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന നന്മകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടതായ എന്ത് നന്മകളുണ്ടോ അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അയൽവാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും അറിയാൻ സാധിക്കുന്ന ആളുകളാണ്. ഒന്നും പറയാതെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ പലതും അവിടേക്കും അറിയും, അവിടെയുള്ള പല കാര്യങ്ങളും ഇവിടേക്കും അറിയും. അത് അയൽവാസി ബന്ധത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ചില ഹദീസിലൊക്കെ അതുമായി ബന്ധപ്പെട്ട സൂചനകളുണ്ട്. നിന്റെ വീട്ടിലേക്ക് എന്താണ് വരുന്നത്, നിന്റെ വീട്ടിൽ നിന്ന് എന്താണ് പുറത്തേക്ക് പോകുന്നത്, ഇതെല്ലാം അയൽവാസിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. നമ്മുടെ വീട്ടിലൊരു ഭക്ഷണം, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് അയൽവാസിക്ക് അറിയാൻ പറ്റും, അവിടെ നല്ല ഭക്ഷണമാണ് എന്നറിയാൻ പറ്റുന്നുണ്ട്. നിന്റെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ രൂപത്തിലുള്ള വസ്തുക്കൾ നിന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അയൽവാസിക്ക് അത് ശരിക്കും അറിയാൻ പറ്റും. അതാ ആ വീട്ടിൽ ഇന്നൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്നെന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നിന്റെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും, അവിടെയുള്ള ചില സ്വകാര്യങ്ങൾ വരെ ചിലപ്പോൾ അയൽവാസികൾക്ക് അതറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അയൽവാസികളോടുള്ള ബന്ധം ആ രൂപത്തിൽ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് അവരെ ആദരിക്കുക, ഇക്റാം ചെയ്യുക എന്നുള്ളത്. നന്മകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അവിടെ ഇന്ന ആവശ്യങ്ങളുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുക, സാധുക്കളാണ് എങ്കിൽ. ഇനി ധനികരാണെങ്കിൽ പോലും ഈ ഹദീസിലൊക്കെ പറഞ്ഞത്, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി പറയുന്നത് കാണാം, ഇത് സാധുക്കളോട് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൽ പാചകം ചെയ്താൽ അതല്പം അവിടെ ഇടക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അത് പരസ്പരം മവദ്ദത്തും ഉൽഫത്തും ഒക്കെ, സ്നേഹവും അടുപ്പവും ഇണക്കവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതെത്ര പണക്കാരാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ അവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും. അവർ അതിന് ആവശ്യക്കാരൊന്നും ആയിരിക്കുകയില്ല. അവരുടെ അടുക്കലും വസ്തുവകകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്പം അങ്ങനെ കൊടുക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ്. ഇതൊക്കെ അവരോടുള്ള ഇക്റാമുമായി ബന്ധപ്പെട്ട, അവരോടുള്ള ആദരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അവരെ ആദരിക്കാൻ സാധിക്കും സഹോദരങ്ങളെ, അതൊക്കെ കൊണ്ട് ആദരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇതിലൊക്കെ നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ബന്ധങ്ങൾ അത് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മുസ്ലിമീങ്ങളായ അയൽവാസികളാണ് എങ്കിൽ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ അവരോടുള്ള ബാധ്യത, മുസ്ലിമാണെന്നുള്ള ബാധ്യത കൂടിയുണ്ട്. അവർ കുടുംബക്കാർ കൂടിയാണെങ്കിൽ 3 ബാധ്യതകളാണ്. 3-നുമുള്ള പ്രതിഫലമാണ് നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് ലഭിക്കുന്നത്. നിന്റെ ഒരു ഇഹ്സാൻ അവർക്ക് ചെയ്യുമ്പോൾ, ഒരു ചെറിയ, ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുമ്പിൽ പറഞ്ഞ കാര്യം അദ്ദേഹം കൊടുത്തതിൽ ഇതിലൊരു സൂചന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നീ ഒന്നും നിസ്സാരമാക്കി കളയണ്ട എന്നാണ് പറഞ്ഞത് മഅറൂഫിൽ. ഈ ഹദീസിൽ ഒരാള് തന്റെ അയൽവാസി ബന്ധം ഒന്ന് നന്നാക്കാൻ എന്താണ് ചെയ്തത്? വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. അവൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അയൽവാസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം മാത്രമാണ് അവൻ ചെലവായിട്ടുള്ളത്. അങ്ങനെ ഒരു വെള്ളം ചെലവാക്കിയിട്ടെങ്കിലും അതൊന്നല്പം അത് വലുതാക്കിയിട്ട് അപ്പുറത്തേക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറച്ചി അധികം ഇടാൻ പറഞ്ഞിട്ടില്ല, ഇറച്ചി അധികം ഇടാൻ പറഞ്ഞിട്ടില്ല സൂപ്പിൽ, മറിച്ച് വെള്ളമെങ്കിലുമൊക്കെ ചേർത്തിട്ട് കൊടുക്കാനാണ്. അതിന്റെ അർത്ഥം എപ്പോഴും വെള്ളം ചേർത്തിട്ട് അങ്ങനെ കൊടുക്കണമെന്നല്ല, അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു വെള്ളം ചേർത്തിട്ടെങ്കിലും അതൊന്ന് വലുതാക്കിയിട്ട് അപ്പുറത്ത് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്തോളൂ, അത് നിസ്സാരമാക്കി കളയണ്ട. അതിലൊക്കെ ഹൈറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നീ വെള്ളം ചേർക്കുന്ന സമയത്ത് അവിടെ നിനക്ക് മൊത്തത്തിൽ ഉണ്ടാകുന്ന രുചിയിൽ ചില കുറവ് വരും, തീർച്ചയായും അല്ലെ, രുചിയിൽ കുറവ് വരും. നല്ല വെള്ളമില്ലാതെ കുറുകിയിരിക്കുന്ന ഒരു സൂപ്പും വെള്ളം അധികമായിട്ടുള്ള സൂപ്പും കറിയും ഒക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ നീ അങ്ങനെ കൊടുത്താൽ പോലും
അതിൽ ഖൈറുണ്ട്, പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിസ്സാരമായിട്ട് പോലും നമ്മളൊന്നും കാണേണ്ടതില്ല. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും, അത് നിന്റെ കയ്യിലൊരു റൊട്ടി കഷ്ണമാണെങ്കിൽ പോലും അതൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ട്, അല്ല ഏറ്റവും നല്ലത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ കേടായതോ നമ്മുടെ വീട്ടിൽ കളയാനായതോ അല്ല, ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. അത് പൊതുവേ തന്നെ മുസ്ലിമീങ്ങളുടെ ബാധ്യതയിൽപ്പെട്ട പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും മുന്തിയത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും മോശപ്പെട്ട നമ്മൾ കൊടുക്കാൻ പാടില്ല. ഏറ്റവും മിത നിലവാരം എപ്പോഴും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ കളയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കാര്യം ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ കൊടുക്കുക എന്ന് പറയുന്നത് അത് നല്ല സ്വതക്കയിൽപ്പെട്ട കാര്യമല്ല. കൊടുക്കുമ്പോൾ നമുക്കൊക്കെ കഴിക്കാൻ പറ്റും, നമ്മളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയതൊക്കെ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഇക്റാമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഒരു ഉപദ്രവം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഉപദ്രവവും നമ്മളെ കൊണ്ടുണ്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 3 പ്രാവശ്യം ആണയിട്ടുകൊണ്ട് അള്ളാഹുൽ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അള്ളാഹുവാണ്, ഒരുവൻ വിശ്വാസിയാവുകയില്ല. 3 പ്രാവശ്യമാണ് അവിടുന്ന് പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, വമൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ സഹാബികളിൽ പറയാൻ പോകുന്ന കാര്യത്തിൽ കൂടുതൽ ജിജ്ഞാസ ഉണ്ടാക്കാനും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നൊക്കെ അറിയിക്കാൻ ഈ രൂപത്തിൽ പറയാറുണ്ട്. ആദ്യം തന്നെ കാര്യം പറയുകയില്ല, അതിലേക്കുള്ള സൂചനകൾ പറഞ്ഞ് അവിടെ നിർത്തും. അപ്പോൾ സ്വഹാബികൾക്ക് ആകാംക്ഷയാകും, എന്താണ് പറയാൻ പോകുന്നത്. അവർ ചോദിച്ചു, വമൻ യാ റസൂലല്ലാഹ്, ആരാണ് അങ്ങനെ മുഅ്മിനാകാത്തവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഒരുവന്റെ ഉപദ്രവത്തിൽ നിന്നും തന്റെ അയൽവാസി സുരക്ഷിതനായിട്ടില്ല എങ്കിൽ, നിർഭയനായിട്ടില്ല എങ്കിൽ അവനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവനെ കാണുമ്പോൾ തന്നെ അയൽവാസിക്ക് പേടിയാണ്, ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ അവനിൽ ഉണ്ടാക്കും. തന്റെ കുടുംബത്തെ അവിടെ വിട്ടേച്ചു പോകാൻ അയൽവാസിക്ക് പേടിയാണ്. കാരണം ഇപ്പുറത്തുള്ളവൻ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഏത് രൂപത്തിലുള്ള ഉപദ്രവവും അവനിൽ നിന്നും പ്രതീക്ഷിക്കാം, ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളും അവനിൽ നിന്നും പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഒരുവനാണ് നീ എങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആണയിട്ട് പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, അവന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവന് ഒരാളെ കൊണ്ടൊരു ഷർറ് നമുക്കുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. ഷർറുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ നിലക്കുള്ള ഷർറിൽ നിന്നും നമ്മിൽ നിന്നും അവർ സുരക്ഷിതരായിരിക്കണം. ചിലപ്പോൾ നമ്മുടെ സംസാരം തന്നെ മതി, അല്ലെ, അയൽവാസിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ബഹളമോ ഒരു പ്രശ്നമോ അവർക്കുണ്ടായാൽ ഇവിടുന്ന് വലിയ ഉച്ചത്തിൽ അയാളെ നിന്ദിക്കുന്ന രൂപത്തിൽ സംസാരിക്കും. ഓരോരുത്തർ വന്നോളും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ രൂപത്തിലൊക്കെ സംസാരങ്ങൾ അത് കേൾക്കുമ്പോൾ അറിയാം എന്നെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് അയൽവാസിക്ക് മനസ്സിലാകും. പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലൊക്കെ ഇവനെ കൊണ്ട് വലിയ ഉപദ്രവമാണ്, ആ രൂപത്തിലൊക്കെ അയൽവാസിയെ പറയുക. ഇത് നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന കാര്യമാണ്. ഇനി ചിലർ കയ്യാങ്കളിയിൽ വരെ എത്തുന്ന ആളുകളുണ്ട്. അയൽപക്ക ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ട ആളുകൾ കയ്യാങ്കളിയിൽ വരെ എത്തുന്ന കാര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യമായി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ വീട്ടിലത്തെ അത് ഇവിടെ വീണു, ഇവിടുത്തെ അവിടെ വീണു, ആ രൂപത്തിലൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ നോട്ടവും അതുപോലെ തന്നെ അവരുടെ ഔറത്തുമൊക്കെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി സംരക്ഷിക്കണം. അയൽവാസികളുടെ ഔറത്ത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ കണ്ണുകളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും അയൽവാസികൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവരെ പോലെയല്ല, അപ്പുറത്തെ വീട്ടിലുള്ള പല കാര്യങ്ങളും ഇപ്പുറത്ത് കാണാനും ഇപ്പുറത്തുള്ള വീട്ടിലുള്ള പല കാര്യങ്ങളും അപ്പുറത്ത് കാണാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ അയൽവാസിയെ എൻ്റെ കണ്ണുകൊണ്ടുപോലും ഉപദ്രവിക്കുകയില്ല, എൻ്റെ കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ടുള്ള ഒരു ഉപദ്രവം പോലും എന്നിൽ നിന്നുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയൽവാസിയോട് കാണിക്കേണ്ട മര്യാദകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനാണും ശ്രദ്ധിക്കണം, പെണ്ണും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല അയൽവാസി ബന്ധങ്ങളിലും ഉണ്ടാവാറുള്ള ഒരു ബുദ്ധിമുട്ടും അവർ അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതുമായ കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളാണ് എങ്കിൽ അയൽവാസി നിന്റെ മഹറമൊന്നുമല്ല. അയൽവാസിയായ ആള് നിനക്ക് അയൽവാസി ബന്ധമുണ്ട്, അതിനപ്പുറത്തേക്ക് നിനക്ക് വിവാഹബന്ധം നിഷിദ്ധമായ ഒരു മഹറമല്ല. നിന്റെ ഔറത്തിൽ ഒന്നും തന്നെ, ശരീരത്തിന്റെ ഒരു ഭാഗവും തന്നെ അയൽവാസിക്ക് കാണാനുള്ള അനുവാദമില്ല.
അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് വീട്ടിലുള്ളത് എങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് പൂർണ്ണമായ ഹിജാബിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല സ്ത്രീകളും പ്രത്യേകിച്ച് അലക്കാൻ വേണ്ടി ചിലപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നുണ്ടാകാം. അയൽവാസിയായ ഒരാൾക്ക് അവളെ കാണാൻ സാധിക്കുന്ന രൂപത്തിലാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവരുടെ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലേ? അങ്ങനെ ഒരു രൂപത്തിൽ ബുദ്ധിമുട്ട് ആണ് എങ്കിൽ, അങ്ങനെയുള്ള കുടുസായിട്ടുള്ള മുറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ വെച്ച് അലക്കാനും മറ്റുമൊക്കെ സാധിക്കുക? ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വീട്ടിൻ്റെ അകത്തുനിന്ന് അലക്കണം. ചില ആൾക്ക് പിന്നെ അവരുടെ വെള്ള വസ്ത്രവും അല്ലെങ്കിൽ അങ്ങനെ വസ്ത്രമൊക്കെ കല്ലിൽ കുത്തിയിട്ടേ ശരിയാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ വീടിനകത്തുണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ അതിന് കൃത്യമായി അതിന് ചുറ്റും മറയുണ്ടാക്കി കൊടുക്കണം. അതല്ലാതെ നിന്റെ ഭാര്യ അലക്കുന്നത്, അവൾ അകത്തിട്ട് നടക്കുന്ന വസ്ത്രവുമായി പുറത്തലക്കുന്നത് പുറത്തുള്ള ആളുകൾ കാണുകയോ? ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാർ, വീട്ടിലെ ഗൃഹനാഥന്മാർ അത് ശ്രദ്ധിക്കണം. അത് കൃത്യമായ മറകൾ സ്വീകരിക്കണം. നമ്മുടെ നാടുകളിൽ തീരെ ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ അറബ് നാടുകളിലേക്ക് പോയി നോക്കുക, അവിടെ ഇങ്ങനെയുള്ളത് കാണാൻ സാധിക്കുകയില്ല. അയൽവാസിയുടെ അകത്ത് എന്താണുള്ളത് എന്നുള്ളത് ഇപ്പുറത്തുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഉയർന്ന മതിലുകൾ അവർ ഉണ്ടാക്കുന്നത് ഈ ഒരു കാര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹിഫ്ദുൽ ഔറ, ഔറത്ത് അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, അവിടെ ഒരു കെട്ടിടത്തിന് ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ, ആളുകൾ താമസിക്കുന്ന ഏരിയ ആണെങ്കിൽ അവിടെ ഉയർന്ന കെട്ടിടങ്ങൾ അവിടെ പാസ്സാകുകയില്ല. അതിനുള്ള പ്ലാൻ അവിടെ പാസ്സാകുകയില്ല. കാരണം വീടുകളുള്ള സ്ഥലത്ത് ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഇപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പാടില്ല. അതുകൊണ്ട് അവിടെ അത് പാസ്സാവുകയില്ല. ഇസ്ലാമിക മര്യാദകൾ അവിടെ പാലിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. തിങ്ങിയിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവർ സൂക്ഷിക്കണം. ഭാര്യ അവൾ സൂക്ഷിക്കേണ്ടതുണ്ട്, സ്ത്രീ അവൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള പുരുഷന്മാർ അവർ അത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, അയൽവാസിയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ രൂപത്തിലുള്ള ഉപദ്രവവും, നമ്മുടെ കണ്ണിന്റെ നോട്ടം മുതൽ എല്ലാ രൂപത്തിലുള്ള ഉപദ്രവങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാന തഖൂമുൽ ലൈൽ വതസൂമുൻ നഹാർ വതഫഅൽ വതസദ്ദഖ് വതുഅദി ജീറാനഹാ ബിലിസാനിഹാ. റസൂലേ, ഒരു സ്ത്രീയുണ്ട്, അവൾ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവളാണ്, അവൾ പകലൊക്കെ നോമ്പെടുക്കാറുണ്ട്, അങ്ങനെ നന്മകളൊക്കെ ചെയ്യും, സദഖയൊക്കെ കൊടുക്കും. പക്ഷേ എപ്പോഴും തൻ്റെ അയൽവാസിയായ ആ സ്ത്രീയെ അവൾ നാവ് കൊണ്ട് ഉപദ്രവിക്കും. നാവ് ശരിയില്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സദഖയൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും അയൽവാസിയെ ഇങ്ങനെ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയുമില്ല എന്നാണ്. ഹിയ മിൻ അഹ്ലിൻ നാർ, അല്ല, അവൾ നരകക്കാരിയാണെന്നാണ് പറയുന്നത്. നമുക്ക് സഹോദരങ്ങൾ, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്കൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നാവ് വളരെ മോശമാണ്. എപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ കുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചില ആളുകൾക്ക് അങ്ങനെയാണ്. അവർക്ക് എന്ത് പറഞ്ഞാലാണോ പ്രയാസമുണ്ടാവുക അത് തന്നെ പറയും, അങ്ങനെ തന്നെ ഉപദ്രവിക്കും. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അയൽവാസിയെ ഉപദ്രവിച്ചൊരു പെണ്ണ് ഈ രൂപത്തിൽ നരകക്കാരിയായി തീരുകയാണ്. എന്നിട്ട് അവിടത്തേക്ക് പറയപ്പെട്ടു, വേറൊരു സ്ത്രീ ഉണ്ട്, ഫുലാന തുസല്ലിൽ മക്തൂബ, വേറൊരു സ്ത്രീ ഉണ്ട്, അവൾ ആ 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുന്നുള്ളൂ, കുറെ രാത്രി നിസ്കരിക്കുന്ന പെണ്ണൊന്നുമല്ല. വതസദ്ദഖു ബി അസ്വാർ ബിശൈഇൻ സഹീദ്, വളരെ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ ചില കാര്യങ്ങളൊക്കെ സ്വതക്കായിട്ട് കൊടുക്കുന്നുള്ളൂ, വലിയൊന്നും കൊടുക്കുന്നില്ല, എന്തോ ചെറിയ നാണയത്തുട്ടുകൾ. പക്ഷെ വലാ തുഅദി അഹദ, അവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്, അവൾ ഒരാളെയും ഉപദ്രവിക്കുകയില്ല. അങ്ങനെ ഒരു ഗുണം അവൾക്കുണ്ട്. ഒരുപാട് ഇബാദത്തില്ലെങ്കിലും അവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്, ഒരാളെയും ഉപദ്രവിക്കുകയില്ല. നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരാളെയും ഉപദ്രവിക്കാത്തവളാണ് അവൾ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗ്ഗക്കാരിയാണ് എന്നാണ്. ഗൗരവമുള്ള കാര്യമാണത്. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് നമ്മുടെ നാവ് അതിനെ തകർത്തെറിയാൻ പാടില്ല. അത് പ്രത്യേകിച്ചും അയൽവാസികളോടും കുടുംബക്കാരോടുമൊക്കെ ഉള്ളതാണ് എങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അയൽവാസിയുമായിട്ടുള്ള ബന്ധം, അവരെ ഉപദ്രവിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനേക്കാളും കൂടുതൽ കുറ്റകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂല അൻ യസ്രിക റജുലു മിൻ അശ്രി അബയാത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്രിക മിൻ ബൈതി ജാരിഹി, ഒരു മനുഷ്യൻ 10 വീടുകളിൽ പോയി മോഷ്ടിക്കുന്നതാണ് തന്റെ അയൽവാസിയെ മോഷ്ടിക്കുന്നതിനേക്കാളും നിസ്സാരമായത് എന്നാണ്. മോഷണം വലിയ കുറ്റമാണ്. കൈ ഛേദിക്കാൻ തന്നെ ദീനുൽ ഇസ്ലാമിൽ കുറ്റമായി വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവൻ 10 വീട്ടിൽ പോയി കക്കുന്നതാണ് സ്വന്തം അയൽവാസിയുടെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്നതിനേക്കാളും
അവന് ചെറുതായിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അയൽവാസിയോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൈക്കലേക്ക് ആക്കുക, ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് അവരിൽ നിന്നും ഇങ്ങോട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ ക്ഷമിക്കുക, അത് സഹിക്കുക എന്നുള്ളതാണ്. അതിൽ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഓരോരുത്തരും ഓരോ രൂപത്തിൽ വളർന്ന ആളുകളായിരിക്കും, ഓരോ രീതിയിൽ വളർന്ന ആളുകളായിരിക്കും. അവർ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുകയില്ല, പക്ഷെ അവരുടെ പ്രവൃത്തി തെറ്റായിരിക്കും. അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് നമുക്ക് നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എങ്കിൽ, നമുക്ക് കാര്യമായ പ്രയാസമാണ് എങ്കിൽ നമുക്ക് നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ ചില കാര്യങ്ങൾ എപ്പോഴും ആ രൂപത്തിൽ ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകും. സഹോദരങ്ങളെ, അതിൽ ക്ഷമിക്കുക എന്ന് പറയുന്നതിന് വലിയ പുണ്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. മുൻഗാമികൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ചുരുക്കം നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് അയൽവാസിയോടുള്ള ബന്ധങ്ങൾ ഈ 3 രൂപത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ആ ഒരു കാര്യം മാത്രമാണ് ഈ ഹദീസിൽ വന്നത്. അതായത് അവരെ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തുകൊണ്ട് പരിഗണിക്കുക എന്നുള്ളത്. അത് നിസ്സാരമായ നന്മയാണ് എങ്കിലും അത് ഉപേക്ഷിക്കേണ്ടതില്ല എന്നുള്ളത്. ഇതാ തബഖ്ത മറഖതൻ, നീ ഒരു സൂപ്പ് പാചകം ചെയ്യുകയാണ് എങ്കിൽ ഫഅക്സിർ മഅഹ, നീ അതിൽ വെള്ളം വർദ്ധിപ്പിക്കുക. വതആഹദ് ജീറാനക്, നീ അവന്റെ അവസ്ഥകളൊക്കെ നോക്കി പരിഗണിച്ച് അവൻ നൽകുക എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അയൽവാസികളോടുള്ള ബന്ധം ഈ ഹദീസിൽ നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. ഇനി ഇവിടെ ഈ പറഞ്ഞു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഖീമത്ത്, അതിന്റെ ഒരു മൊത്തത്തിൽ ആകത്തുക അത് ദുർബലമായി പോകുന്നുണ്ട്. പക്ഷെ ഒരു മസ്ലഹത്തിന് വേണ്ടിയാണെങ്കിൽ അത് കുഴപ്പമില്ല ഇങ്ങനെയുള്ള കാര്യത്തിന്. പക്ഷേ ഇതൊരു വിൽപ്പനക്കാണെങ്കിലോ ഇത് പാടില്ലാത്ത കാര്യമാണ്. അയൽവാസിക്ക് എന്തെങ്കിലും നീ വിൽക്കുന്നതാണ് എങ്കിലോ, ഞാൻ അയൽവാസിക്ക് പാല് വെക്കുന്നവനാണെങ്കിലോ, നിന്റെ വീട്ടിൽ പശുവുണ്ട്, പാലുണ്ട്, നീ അയൽവക്കങ്ങളിലൊക്കെ പാല് വെക്കാറുണ്ട്, അയൽവാസിക്ക് കൊടുക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ? പാടില്ലാത്ത കാര്യമാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. നീ വിൽപ്പനക്കാണ് എങ്കിൽ നീ അങ്ങനെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഗശാൻ, വഞ്ചനയാണ്, വഞ്ചനയിൽപ്പെടും. അത് വഞ്ചനയിൽപ്പെടുന്ന കാര്യമായിരിക്കും. അത് ചെയ്യാൻ പാടില്ല. നീ സ്വതക്ക ചെയ്യാനാണ് എങ്കിൽ നിനക്ക് ഇപ്രകാരം ചെയ്യാവുന്നതാണ്. കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വതക്കയാണ്. അതുകൊണ്ട് നീ അപ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചില ആളുകൾ ചിന്തിച്ചേക്കും ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ശരിയാവുകയില്ല, നമ്മളിങ്ങനെ വെള്ളം ചേർത്ത സൂപ്പൊക്കെ ആയിട്ട് കൊണ്ടുപോയാൽ അവരത് നിസ്സാരമായി കാണുകയുണ്ടാകും, ഞാൻ ഇതിനൊക്കെ ആവശ്യക്കാരനാണോ എന്നൊക്കെ ഒരുപക്ഷെ അവർ ചോദിച്ചാലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അദ്ദേഹം പറയുന്ന അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അങ്ങനെ അദ്ദേഹം 10-20 വർഷം മുമ്പ് പറഞ്ഞതാണിത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ന് ഉപജീവനം വിശാലമായി പോയി. പണ്ടത്തെ പോലെയല്ല, ഇന്നെല്ലാവർക്കും ഒരുപാടുണ്ട്, ഒരു കറിയൊന്നും ആയിരിക്കും ആവശ്യമില്ലാത്ത പോലെ ഉപജീവനം വിശാലമായി പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്ന ഒരു കാര്യം. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല, എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇന്നും അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നിസ്സാരമായ കാര്യത്തിന് ആവശ്യക്കാർ ധാരാളമുണ്ട്. നമുക്ക് ചില ആളുകൾക്കൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് നിഅമത്തുകൾ ഭക്ഷണമായും മറ്റുമൊക്കെ അധികരിച്ച് ലഭിച്ചപ്പോൾ നമുക്കിതൊരു നിസ്സാരമായി തോന്നുകയാണ് മനസ്സിൽ. ഇതിപ്പോ ഒരു സൂപ്പ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എന്താണ് എന്ന് തോന്നുകയാണ്. പക്ഷെ സഹോദരങ്ങൾ, എല്ലായിടങ്ങളും അങ്ങനെയല്ല. ഇനി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അത് നമ്മൾ പതിവായി ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ അത് കൊടുത്ത് ശീലിച്ചാൽ അതൊരു ഇണക്കമാകും. കാരണം ഈ വസ്തുവിനോടുള്ള ആവശ്യം കാരണത്താൽ ഉണ്ടാകുന്ന കാര്യമല്ല, മറിച്ച് ഹദിയകൾ കൊടുക്കുക, തഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഹദിയകൾ പരസ്പരം കൊടുക്കുക, സമ്മാനങ്ങൾ പരസ്പരം കൊടുക്കുക എന്നുള്ളത് പരസ്പരം സ്നേഹത്തിന് കാരണമാകും എന്നുള്ളതാണ്. ആ സമ്മാനത്തിൽ നമുക്ക് വലിയ ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷേ നമുക്കൊരു പരിഗണന നമ്മളവൻ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അത് വലിയ കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന വലിയ കാര്യമാണ്. അയൽവാസി നമ്മളെ പരിഗണിക്കുന്നുണ്ട് അല്ലെ, നിസ്സാരമായി ചെറുതെന്തെങ്കിലുമൊക്കെ കൊണ്ടു തന്നാൽ പോലും അത് നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത, ഒരു സ്നേഹം. അവരിൽ ഉണ്ടാക്കുന്ന ഒരുപാട് തെറ്റുകളൊക്കെ നമ്മളത് പോട്ടെ എന്നൊക്കെ വിചാരിക്കാൻ ഇത് മതിയാകുന്നത്. ആളുകൾക്ക് പരസ്പരം ഐക്യവും പരസ്പരം സ്നേഹമൊക്കെ ഉണ്ടാകാൻ ഇത് വലിയ തോതിൽ കാരണമാകുന്ന കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മറ്റൊന്നും തന്നെ ധരിക്കേണ്ടതില്ല, നമുക്ക് സാധിക്കുന്നത് പോലെ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളമൊഴിച്ച സൂപ്പോ കറിയോ കൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് കൊടുക്കാനില്ല, നമ്മുടെ അടുത്ത് വിഭവം കുറവാണ് എങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നേർപ്പിച്ചിട്ടെങ്കിലും കൊടുത്ത് പരിഗണിക്കണം എന്നാണ് പറഞ്ഞത്.
അല്ലാതെ എൻ്റെ അടുത്തൊന്നും ഇല്ല വർത്തമാനം പറഞ്ഞിട്ട് നീ ബന്ധങ്ങളില്ലാതാക്കേണ്ടതില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. നിനക്ക് നല്ല രീതിയിൽ നല്ല കട്ടിയിൽ തന്നെ കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ കൊടുക്കുക, നല്ല കാര്യം കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ കൊടുക്കുക, ഏറ്റവും മുന്തിയത് തന്നെ കൊടുക്കുക. ഫൽയുക്രിം ജാറഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇക്റാം ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലാണ് നമ്മൾ അതിൻ്റെ താഴേക്ക്, നമുക്ക് അതിനുള്ള കഴിവില്ലെങ്കിലാണ് അതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് സാധിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ പലരും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഫ്ലാറ്റ് ജീവിതങ്ങളും അല്ലെ ആ രൂപത്തിലൊക്കെയാണ് ഇന്ന്. അയൽവാസി ആരാണ് എന്ന് തന്നെ അറിയുന്നില്ല. ആരാണ് അയൽവാസി അറിയില്ല. കണ്ടിട്ട് എത്ര കാലം, എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അയൽപ്പക്കത്തുള്ളയാൾ മരിച്ചിട്ട് അറിയുന്നില്ല. 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു വെറുതെ സ്ത്രീ ഉണ്ടായിരുന്നു, അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഒരു ബന്ധമില്ല. പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടെങ്കിലാണ് അങ്ങനെ ഒരാളവിടെ ജീവിക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും അറിയുന്നുള്ളൂ. അല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അയൽവാസിന് ഇപ്പോൾ പട്ടിണിയിലാണോ അതുപോലെ ഭക്ഷണം ഉണ്ടോ അറിയുന്നില്ല, ആളുകൾ അറിയുന്നില്ല. കാരണം പരസ്പരം ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും അയൽവാസി ബന്ധം അത് നമുക്ക് സാധിക്കുന്നത് പോലെ നമ്മുടെ ദാരിദ്ര്യമോ നമ്മുടെ ഇല്ലായ്മയോ ഒന്നും ഈ അയൽവാസി ബന്ധം അത് ഊഷ്മളമാകുന്നതിന് തടസ്സമല്ല എന്നറിയിക്കുന്ന ഹദീസാണിത്. അതിനുശേഷം അടുത്ത ഹദീസ് അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമah ومن يسر على معسر يسره الله عليه في الدنيا والآخرة ومن ستر مسلما ستره الله في الدنيا والآخرة والله في عون العبد ما كان العبد في عون أخيه أخرجه مسلم. ഈ ഹദീസ് സഹോദരങ്ങളെ മുഴുവൻ മുസ്ലിമിനും നമ്മൾ നൽകേണ്ടതായ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽപ്പെട്ട കാര്യമാണ്. എന്താണ് ഒന്നാമതായി പറഞ്ഞത്? മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മുഅ്മിനിന് അവന് ദുനിയാവിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം അത് നീ ഇല്ലാതാക്കി കൊടുത്താൽ, അത് ലഘൂകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനു പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിനക്കുണ്ടാകുന്ന പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇല്ലാതാക്കി നൽകും എന്നാണ് പറയുന്നത്. അപ്പം അല്ലാഹു തആല ഓരോ അമലിനും അതേ ഇനത്തിലാണ് പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. അതറിയപ്പെട്ട ഒരു കായികയാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഓരോന്നിന്റെയും പ്രതിഫലം അതേ ഇനത്തിലാണ്. നീ ഇപ്പോൾ പ്രയാസം നീക്കി കൊടുത്തപ്പോൾ, ഒരു മുഅ്മിന്റെ പ്രയാസം നീക്കി കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖിയാമത്ത് നാളിലെ പ്രയാസം നീക്കി തരികയാണ്. അല്ല, അതിനേക്കാളും അഅ്ളമായ പ്രതിഫലമാണ് നൽകിയത്. കാരണം നീ ദുനിയാവിലൊരു പ്രയാസമാണ് നീക്കി കൊടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ നീ അല്ലെങ്കിൽ മറ്റൊരാൾ നീക്കി കൊടുക്കാനുണ്ടാകും. പക്ഷേ ഖിയാമത്ത് നാളിലുള്ള പ്രയാസം നീക്കിത്തരാൻ ആരും തന്നെ നിനക്കില്ല. നിനക്ക് സ്വന്തമായിട്ട് നീക്കാൻ സാധിക്കുകയില്ല, ഒരാൾക്കും നീക്കിത്തരാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സഹോദരങ്ങളെ ആ പ്രയാസം നിനക്ക് നീക്കി നൽകുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ആളെ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചിന്ത ഇതായിരിക്കണം: പല രൂപത്തിൽ പ്രയാസങ്ങളിൽ ഞാൻ നാളെ പരലോകത്ത് കടന്നു പോകാനുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരാൻ, അതില്ലായ്മ ചെയ്തു തരാൻ ഞാൻ ഇതെവിടെയുള്ള ഈ പ്രയാസങ്ങൾ കണ്ട്, ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ കണ്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ ഇഖ്ലാസ് നന്നാക്കാൻ ഈ കാര്യങ്ങൾ നമ്മൾ സഹായിക്കുന്നതാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് അയാൾ നമ്മെ പുകഴ്ത്തി പറയാനല്ല, അല്ലെങ്കിൽ പിന്നീട് കാണുമ്പോൾ അയാൾ നമ്മളൊരു ചിരി ഇരിക്കണം, നമ്മളൊന്ന് ബഹുമാനിക്കണം, അതിനല്ല. അല്ലേ, ഒരു പണക്കാരനായ സഹായിക്കുന്ന ആളെ കാണുമ്പോൾ സാധുക്കൾ ഒരു ബഹുമാനത്തോടുകൂടി ഒരു നോട്ടവും ചിരിയൊക്കെ ഉണ്ട്. അത് കിട്ടാനല്ല, നമുക്കത് ആഗ്രഹിക്കേണ്ടതില്ല. മറിച്ച് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എൻ്റെ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു അവസ്ഥയിൽ ഞാൻ ഈ ഭൂമിയിൽ ചെയ്തു വെച്ച അമലുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമായി ആ ഒരു പ്രയാസം അള്ളാഹു ഇല്ലാതാക്കി തരും. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ചിന്തയിലൂടെ ഇഖ്ലാസ് നന്നാക്കാൻ സാധിക്കും. രണ്ടാമതായി പറഞ്ഞത് വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു കുടുസതയിലുള്ള പ്രയാസത്തിലുള്ള ഒരുവന് എളുപ്പം നൽകി കഴിഞ്ഞാൽ യസ്സറഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അവൻ എളുപ്പം നൽകുമെന്നാണ്. പ്രത്യേകിച്ചും കടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് പണ്ഡിതന്മാർ പലപ്പോഴും ഇത് വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മനുഷ്യനാണ്, നമ്മൾ കടം കൊടുത്തു, ഇന്ന തീയതിക്ക് തരാൻ അയാൾ ആഗ്രഹിച്ച് തന്നെ നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അയാൾക്കൊരു നിലക്കും അത് തിരിച്ചു തരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. കാരണം അയാൾക്ക് നേരത്തെ
ഒരു പ്രയാസത്തിനാണ് വാങ്ങിയതെങ്കിൽ അതിനേക്കാളും വലിയ പ്രയാസം അയാൾക്ക് വീണ്ടും വന്നു കഴിഞ്ഞു. അയാൾക്ക് ആ പ്രയാസം നീങ്ങിയിട്ടില്ല. അയാൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഒരു സമ്പത്തുണ്ടാക്കി വിചാരിച്ച പോലെ നമുക്ക് തിരിച്ചു തരാൻ സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, നമുക്ക് ഇളവ് നൽകാൻ സാധിക്കുന്നതാണ് എങ്കിൽ നമ്മൾ ഇളവ് തന്നെ നൽകുക. ഒരാൾക്ക് അയാൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. നമുക്കൊരിക്കലും അയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നീ എങ്ങനെയെങ്കിലുമൊക്കെ നൽകിയിട്ടേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് അയാൾ ആത്മാർത്ഥമായി മടക്കിത്തരാൻ, കടം വീട്ടാൻ തയ്യാറുള്ള വ്യക്തിയാണ്. അയാൾക്ക് പ്രയാസം നീങ്ങിയിട്ടില്ല, ബുദ്ധിമുട്ട് കൂടുകയേ ചെയ്തിട്ടുള്ളൂ. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്ക് ആ ഞെരുക്കം നമ്മൾ എളുപ്പമാക്കി കൊടുക്കണം. ശരി, നീ അടുത്ത മാസം തന്നാൽ മതി, അല്ല 10 ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, നീ പരിശ്രമിക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എളുപ്പം നൽകുകയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നീട് പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരു മുസ്ലിമിനെ അവന്റെ തിന്മകളെ നീ മറച്ചാൽ, അവനെന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് നീ മറച്ചു വെച്ചാൽ, സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ തിന്മകൾ, നിന്റെ കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു തരുമെന്നുള്ളതാണ്. ഇവിടെയും നോക്കൂ, അല്ലാഹു തആല അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഒരുപാട് കുറവുകളുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുറവുകൾ ഏറ്റവും നന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്, നമ്മെ കാണുന്നത് പോലെയല്ല. നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ അല്ലാഹു തആലക്കാണ് അറിയുക. ഇതെല്ലാം വെളിവാകുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്ന ദിവസം വരാനുണ്ട്. അവിടെ ആളുകളുടെ മുന്നിൽ വഷളാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വഷളാക്കാതിരിക്കാൻ, അതെല്ലാം നമുക്ക് മറച്ചു തരാൻ നമുക്ക് ഭൂമിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ നമ്മൾ ഉടനെ അത് അവസരം മുതലെടുത്തുകൊണ്ട് അവനെ നിന്ദ്യനാക്കുക, വഷളാക്കുക എന്നുള്ളതല്ല, മറച്ചു പിടിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാരിവിടെ പറയുന്നത്, സഹോദരങ്ങളെ, ഇത് പ്രത്യേകിച്ചും നല്ല ഇബാദത്തിലും അതുപോലെ ദീനിയായി നല്ല രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അടുക്കൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ അത് നമ്മൾ കൃത്യമായി മറച്ചു വെക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ഹദീസിൽ ഏറ്റവും ആദ്യം വരുന്ന കാര്യം, അതാണ്. പക്ഷെ ചില ആളുകൾ അത് ശ്രദ്ധിക്കുകയില്ല. മറിച്ച് ദീനിയായിട്ടുള്ളൊരു വ്യക്തി, അയാളുടെ അബദ്ധം വന്നു കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തുക തന്നെ വേണം. ഇപ്പം അയാളുടെ മുഖം വ്യക്തമായില്ലേ, ഇയാളൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു അവസരം കാത്തു നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദീൻ പാലിക്കാത്ത ആളുകളാണ് എങ്കിൽ ദീനിയായിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു അബദ്ധം വരുന്നത് അവരാഘോഷമാക്കും. ഇയാളെ വഷളാക്കേണ്ട സമയമാണ്, ഏതൊക്കെ രൂപത്തിൽ ഇയാളെ വഷളാക്കാം, ഇതൊക്കെ അവർ നോക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുകളൊക്കെ കവലയിലൊക്കെ പോയി പറഞ്ഞുകൊണ്ട്, അയാൾ അറിയുന്ന ആളുകളുടെ ഇടയിലൊക്കെ പറഞ്ഞുകൊണ്ട്, അറിയില്ലേ ഇന്നാളെ അവസ്ഥ അറിയില്ലേ, ഇങ്ങനെ സംഭവിച്ചറിയില്ലേ, ഇങ്ങനെ അയാളെ എങ്ങനെ കുറവാക്കാം, അയാളുടെ ഐബ് കുറവ് എങ്ങനെ പരസ്യപ്പെടുത്താം എന്ന് തീരുമാനിക്കുന്ന ആളുകളാണ്, എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. സഹോദരങ്ങളെ, ഇവർ മനസ്സിലാക്കണം, നിങ്ങൾക്കുമുണ്ട് കുറവുകൾ. ഈ കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലല്ല, ചിലപ്പോൾ ദുനിയാവിൽ തന്നെ ഈ കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വഷളാക്കി കളയും. കാരണം ശിക്ഷയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നീ ഒരാൾക്ക് സംഭവിച്ച തിന്മ അത് നീ വഷളാക്കിയാൽ, അയാളെ മോശമാക്കുന്നതിന് വേണ്ടി നീ പണിയെടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ അത്തരത്തിലുള്ള തിന്മകൾ കൊണ്ട് നിന്നെ പരീക്ഷിക്കുകയും നിന്നെ വഷളാക്കുകയും ചെയ്യും. പക്ഷേ നീ അത് മറച്ചു വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഇതുപോലെ വല്ല അബദ്ധവും സംഭവിച്ചു പോയാൽ അല്ലാഹു ദുനിയാവിൽ തന്നെ മറയിട്ട് തരും. ഒരാളും അത് അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിട്ട് തരും. അങ്ങനെ നാളെ ആഖിറത്തിലും ഒരാളും അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പുറത്തു കൊടുക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഇത് ശ്രദ്ധിക്കാറില്ല. ഒരാൾക്ക് തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവൻ വിചാരിക്കുന്നത് ഇവന്റെ എല്ലാം നമുക്ക് ഹലാലായി എന്നാണ്, ഇവന്റെ അഭിമാനം നമുക്ക് ഹലാലായി, ഒന്നും പ്രശ്നമല്ല, തിന്മ സംഭവിച്ചുകൊണ്ടല്ലോ, അത് നമുക്കിന് പറയാമല്ലോ, ആളുകളോടൊക്കെ പരസ്യപ്പെടുത്താമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. എന്നാൽ ഈ ഹദീസ്, ഈ ഭാഗം അത് അലൽ ഇത്ലാഖ്, നിരുപാധികമല്ല. പണ്ഡിതന്മാർ പറയുന്നു, തിന്മകൾ കൊണ്ട് അറിയപ്പെടുന്ന ആളുകളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല രീതിയിൽ നല്ല നടപ്പുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ചിട്ടാണ്. തിന്മകൾ കൊണ്ട് അറിയപ്പെടുന്ന ആളുകളുണ്ടാകും. എന്നും തിന്മയെ ചെയ്യുകയുള്ളൂ, തിന്മയുടെ വക്താവാണ്. ഇയാളെ കുറിച്ചിട്ടുള്ള തിന്മ നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ വഞ്ചിതരാകാൻ സാധ്യതയുണ്ട്. അയാളെക്കുറിച്ച് നമ്മൾ താക്കീത് ചെയ്യേണ്ടി വരും. ഇന്നയാളൊപ്പം കൂട്ടുകൂടാൻ പാടില്ല,
അയാൾക്ക് ഇന്ന പരിപാടികളൊക്കെ ഉള്ള ആളുകളാണ്, അയാളോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ആ രൂപത്തിൽ നമുക്ക് താക്കീത് ചെയ്യേണ്ടതായ ആളുകൾ ഉണ്ടാകും. അവരുടേത് മറച്ചു വെക്കുക എന്നുള്ളതല്ല. കാരണം അവരുടേത് മറച്ചു വെക്കുക എന്നുള്ളത് മറ്റുള്ള ആളുകളെ വഞ്ചിക്കുക അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്ന കാര്യത്തിലേക്ക് ചെന്നെത്തുന്നതാണ്. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതായത് ഫസാദ് ഉണ്ടാകും. ഇയാളുടെ തിന്മ, ഇയാൾ ഇങ്ങനെ ഒരു തിന്മയുടെ വക്താവാണ് എന്ന് നമ്മൾ ആളുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ വലിയൊരു ഫസാദ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ന് ന്യൂനതയുണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ ചില ആളുകളെ താക്കീത് ചെയ്യേണ്ടി വരും. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ കാര്യം മനസ്സിലാക്കുക. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ബുദ്ധിയുള്ള ഒരാൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. ഉദ്ദേശശുദ്ധി നന്നായ ഒരാൾക്ക് ഇത് രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ, ഉദ്ദേശശുദ്ധി നല്ലതല്ലെങ്കിൽ ആളുകൾ ഇതെല്ലാം ഒരുപോലെ തന്നെ കാണും. അങ്ങേയറ്റം ദുർമാർഗിയായ തെമ്മാടിയായ ഒരുവനെ പോലെ നന്മയിൽ ജീവിക്കുന്ന ഒരുവനെ അവൻ കണ്ടുകളയും. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഒരു മുഅ്മിനിന് സംഭവിക്കുന്ന പാപങ്ങൾ അത് നമ്മൾ മറച്ചു കൊടുക്കുക. നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല, നാളെ എന്നല്ല ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്യും? അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകും, അല്ലാഹു തആല മറച്ചു വെക്കും. പിന്നീട് അവസാനമായി സഹോദരങ്ങളെ പൊതുവായിട്ടുള്ളൊരു ഖാഇദയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരുവൻ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ സഹായിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിങ്ങനെ സഹായം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സഹായം പണ്ഡിതന്മാരുടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സഹായം നല്ല കാര്യത്തിൽ മാത്രമായിരിക്കണം. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും തഖ്വയിലുമാണ് സഹായിക്കേണ്ടത്. അതല്ലാതെ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ സഹോദരങ്ങളെ സഹായിക്കാൻ പാടില്ല. അവന് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന, സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒരാളെയും സഹായിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതല്ലാത്ത നന്മകൾക്ക് വേണ്ടി, നല്ലതായ കാര്യങ്ങൾക്ക് വേണ്ടി നീ സഹായിക്കുക, പ്രയാസമുള്ള ആളുകളെ സഹായിക്കുക. ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നീ സഹായിക്കുമ്പോൾ നിന്നെ സഹായിക്കുന്നവനായി അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ തന്നെ ഉണ്ടാകും. കാരണം നിനക്കും പ്രയാസങ്ങളുണ്ട്, നിനക്കും പ്രയാസങ്ങൾ വരാനുണ്ട്. അവിടെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല നിനക്ക് എളുപ്പം നൽകുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ഹദീസ്, വഅൻ അബി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. മൻ ദല്ല അലാ ഖൈരിൻ, ആരെങ്കിലും ഒരു നന്മ കാണിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അവൻ നന്മ കാണിച്ചു കൊടുത്തിട്ട് ചില ആളുകൾ ആ നന്മ പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള തതുല്യ പ്രതിഫലം ഈ കാണിച്ചു കൊടുത്തവനുമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ചില റിവായത്തിൽ കാണാൻ സാധിക്കും, ഈ പ്രവർത്തിച്ച വ്യക്തിയിൽ നിന്നും ഒരു പ്രതിഫലം കുറയാതെയാണ് പറഞ്ഞു കൊടുത്തവന് കിട്ടുന്നത്. പ്രതിഫലത്തിൽ ഇവർ ഒരുപോലെ ശുറക്ക ആകുന്നില്ല, പങ്കാളികളാകുന്നില്ല. നൽകുന്ന പ്രതിഫലത്തിൽ രണ്ടുപേർക്കും എന്നല്ല പറഞ്ഞത്, രണ്ടുപേർക്കും വേറെ വേറെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരേപോലെയുള്ള പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. ഈ ഹദീസിൽ പറഞ്ഞത്, നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്നതിൻ്റെ അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്ത വ്യക്തിക്കുമുണ്ട് എന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നിൽക്കുന്നത്. ഈ നന്മ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു രണ്ട് രൂപത്തിലുണ്ട്. ഒന്നുകിൽ ആ നന്മ ഏതാണ് എന്നുള്ളത് നിനക്ക് തന്നെ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ദിനേന 5 നേരത്തെ നിസ്കാരത്തോടൊപ്പം നീ റവാത്തിബ് സുന്നത്ത് 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു ഭവനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്രിബിനും ഇശാഇനും ശേഷം 2, ഫജ്റിന് മുമ്പ് 2 ഒക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലൊരു ഭവനം നൽകും. ഇത് ഹദീസിൽ വന്ന കാര്യമാണ് എന്നൊരാൾ പറഞ്ഞു കൊടുത്താൽ അതൊരു നന്മ പറഞ്ഞു കൊടുക്കലാണ്. അല്ലെങ്കിൽ നീ പറഞ്ഞു കൊടുക്കുന്നു, നീ ദുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ ഇന്ന് പ്രതിഫലമുണ്ട് എന്ന രൂപത്തിൽ സഹോദരങ്ങളെ നന്മകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ അത് ഒരു നിലക്ക് അവൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം നിനക്ക് ലഭിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നിനക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അത് അറിയുകയില്ല, പക്ഷേ നീ അവന് ഒരു നന്മയിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നീ ഇന്ന സ്ഥലത്ത് പോയി പഠിച്ചാൽ നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇന്ന പണ്ഡിതനോട് നീ ചോദിച്ചു നോക്കൂ, അതിന് ഉത്തരം നിനക്ക് കിട്ടും. അങ്ങനെ അറിയാത്ത ഒരാൾക്ക് നീ അതിൻ്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അയാളോട് പോയി ചോദിച്ച്
ആ നന്മ മനസ്സിലാക്കി ഈ വ്യക്തി സഹോദരങ്ങളെ നന്മ ചെയ്തു തുടങ്ങിയാൽ കാണിച്ചു കൊടുത്ത ഈ വ്യക്തിക്കും അതിനുള്ള പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിസ്സാരമായ കാര്യമല്ല അത്. കാരണം നന്മ എന്താണെന്ന് അറിയാത്ത, എങ്ങനെ ചെയ്യണമെന്നറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ഈ നന്മകൾ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. നമ്മളത് നിസ്സാരമാക്കി കാണാൻ പാടില്ല. ആളുകൾക്ക് നന്മ അറിയിച്ചു കൊടുക്കണം. ഇന്ന സ്ഥലത്ത് വന്നോളൂ, നിനക്ക് ഇന്നത് പഠിക്കാൻ സാധിക്കും. ഖുർആൻ പഠിക്കണമോ, ഇവിടെ വന്നാൽ പഠിക്കാൻ സാധിക്കും. നീ അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ചിലപ്പോൾ നിനക്കതിന് സാധിക്കുകയില്ല. പക്ഷെ നിനക്കിത് പറയാം, ഇന്ന സ്ഥലത്ത് വന്നാൽ നിനക്ക് പഠിക്കാൻ സാധിക്കും. ഒരു നോട്ടീസ് കൊടുക്കാം, ആ നോട്ടീസിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ന സ്ഥലത്ത് പോയാൽ ഇന്നത് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന നന്മകളെക്കുറിച്ച്, തൗഹീദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, നിസ്കാരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, സക്കാത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് നന്മ നമ്മൾ പറയാനും നന്മകൾ പ്രചരിപ്പിക്കാനും നമുക്ക് അങ്ങേയറ്റം നമുക്ക് അതിനുള്ള ഒരു പ്രചോദനം നൽകേണ്ടതായ ഒരു കാര്യമാണ്. നന്മകൾ നമ്മൾ നിസ്സാരമാണെങ്കിലും വളരെ ചെറുതാണെങ്കിലും നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണെങ്കിലും നിങ്ങൾ എന്നിൽ നിന്നും എത്തിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുവെക്കാൻ പാടില്ല. നമുക്ക് സാധിക്കുന്നത് പോലെ നമ്മുടെ അയൽപക്കത്തും പരിചയക്കാരിലുമൊക്കെ ഇങ്ങനെയുള്ള നന്മയുടെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ള സമയത്ത് നമുക്കതിൽ നന്മകൾ അങ്ങനെ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. നന്മകളായിട്ട് ചെറിയൊരു ക്ലിപ്പായിരിക്കും, 1 മിനിറ്റ് ക്ലിപ്പ്, 2 മിനിറ്റ് ക്ലിപ്പ്, അതിൽ ഇന്നാലിന്ന വിഷയം സംസാരിക്കുന്നുണ്ടാകും. സഹോദരൻ, ഈ നല്ല നീയത്തോടുകൂടി നീ അയച്ചു കൊടുക്കുക. നീ അയച്ചു കൊടുത്ത ഒരു ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തൗഹീദിലേക്ക് വരികയാണെങ്കിൽ എത്ര വലിയ നന്മയാണ് നിനക്ക് ലഭിക്കുന്നത്. ഒരാൾ നിസ്കാരം ആരംഭിക്കുകയാണെങ്കിൽ എത്ര വലിയ ഖൈറാണ് നിനക്ക് ലഭിക്കുന്നത്. നീ മനസ്സിലാക്കി കൊടുത്തൊരു സുന്നത്ത് ഒരാൾ ചെയ്താൽ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ എത്ര വലിയ നന്മയായിരിക്കും നിനക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നീ ഒരു തിന്മയിലേക്കാണ് ഒരാളെ ക്ഷണിച്ചതെങ്കിൽ ആ തിന്മ ചെയ്തവന്റെ പാപഭാരം കൂടി നിനക്കുണ്ടാകും. ഇതുകൂടി നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങളിൽ അതുകൂടി നമ്മൾ നന്നായി ഭയപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, എത്തിച്ചു കൊടുക്കുന്നത് മൻ ദല്ല അല ഖൈർ, ഖൈർ തന്നെയാണോ നമുക്ക് ഉറപ്പ് വേണം. ഖൈർ അല്ലാത്ത, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം കണ്ടതും കാണുന്നതും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവസാനം ചിലപ്പോൾ കുറ്റമായിരിക്കും കിട്ടുക. നമ്മൾ വീഴ്ച വരുത്തിയതിന്റെ കുറ്റമായിരിക്കും കിട്ടുക. നമ്മൾ ചിലപ്പോൾ ഖൈറായിരിക്കുകയില്ല എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഖൈറാണെന്ന് ബോധ്യപ്പെട്ട് അത് പറഞ്ഞു കൊടുക്കുക. പിന്നീട് പണ്ഡിതന്മാർ പറയുന്നു, ഈ നന്മ ആളുകൾ നിന്റെ പ്രവൃത്തി കൊണ്ടും പഠിക്കും, ഈ പറഞ്ഞതുപോലെ നിന്റെ വാക്കാലും പഠിക്കും. ഇത് 2 രൂപത്തിലും ആളുകളെ നിനക്ക് മാതൃകയാക്കാവുന്നതാണ്. നീ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നിന്റെ മക്കൾ പഠിക്കും, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത്. അതുപോലെ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, പാവങ്ങളെ സഹായിക്കുന്നത്, അല്ലെ, ഉപ്പയെ കണ്ടിട്ട് മക്കളത് പഠിക്കും. ചെറുതിലെ ഉപ്പയുടെ കൂടെ ഉപ്പ ആളുകളൊക്കെ സഹായിക്കാൻ പോകുന്നത് മക്കൾ കണ്ടിട്ടുണ്ട്. അവന്റെ മനസ്സിൽ ഇതൊരു സൽക്കർമ്മമാണ്, ഞാനും ചെയ്യണം എന്ന ആഗ്രഹങ്ങളുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും അവർക്ക് ചില സമയത്ത് മറ്റുള്ള ആളുകൾക്ക് നന്മയുടെ അവർക്ക് വാതിൽ തുറക്കുന്നതിന് വേണ്ടി ചില ഘട്ടങ്ങളിൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ആളുകൾ നല്ല ദീനിന്റെ മാർഗത്തിൽ സംഭാവന നൽകുന്നതിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ള ആളുകൾ അത് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഇഖ്ലാസ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നിയ്യത്ത് ഇതായിരിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് കുറെ ആളുകൾ, നന്മയുടെ ആളുകൾ അത് വഴിയിലേക്ക് വരട്ടെ, അതിനു വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത്, അല്ലാതെ എന്നെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുന്നതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടുമൊക്കെ സഹോദരങ്ങളെ നന്മയിലേക്ക് ആളുകൾ വരുന്നതാണ്. അത് എവിടെയായാലും. അപ്പോൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ഈ നന്മകൾ പറഞ്ഞു കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെ പ്രസംഗിക്കുന്നവർ ഈ നന്മകൾ പറഞ്ഞു കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം ഇങ്ങനെ ഉപദേശിക്കുന്ന ആളുകൾ അത് നന്മയിൽ ഈ കാര്യങ്ങൾ ഖൈർ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. അങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം പറഞ്ഞാൽ നേടാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാവർക്കും അവരവർ പഠിച്ചു മനസ്സിലാക്കിയ ഖൈറുകൾ ഇത് എത്തിച്ചു കൊടുക്കുക വഴി അവർക്ക് ആ ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഹദീസിലൊരു ഖായിദയുണ്ട്, അന്നൽ അസ്ബാബ ലഹ അഹ്കാമുൽ മഖാസിദ്. സബബുകൾക്ക് ആ ലക്ഷ്യങ്ങളുടെ അതേ ഹുക്കുമാണ് ഉണ്ടാവുക. ഇവിടെ ലക്ഷ്യം ഒരാൾ നന്മ പഠിക്കുക എന്നുള്ളതാണല്ലോ ഇവിടെ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നവനും അതിന്റെ അതേ ഹുക്കുമാണ്. അവന് ഖൈർ കിട്ടുമ്പോൾ, നന്മ കിട്ടുമ്പോൾ ഇവനും അതിന്റെ നന്മ കിട്ടുകയാണ് എന്നാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വേറെ ചില റിവായത്തിൽ വന്നത് ലാ യൻഖുസു മിൻ അജ്രിഹി ഷൈഅ, അവന്റെ ഒരു പ്രതിഫലത്തിൽ നിന്നും ഒന്നും കുറയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രതിഫലത്തും കുറക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അവന്റെ നൽകൽ അത് വിശാലമാണ് എന്ന് കാണാൻ സാധിക്കും. ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസ്, വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മൻ ഇസ്തആദകും ബില്ലാഹി ഫഅഈദു വമൻ സഅലകും ബില്ലാഹി ഫഅഅതു വമൻ അതാ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ ഫഇൻ ലം തജിദു ഫദ്ഉ ലഹു. മൻ ഇസ്തആദകും ബില്ലാഹ് ഫഅഈദു, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നോട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ നീ അവന് അഭയം നൽകണം. വമൻ സഅലകും ബില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ അവന് നൽകണം. എന്താണ് സഹോദരങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ അഭയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ? ഒരാൾ പറയുകയാണ്, നമ്മളൊരാൾ എന്തെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാൻ പോകുന്ന സമയത്ത് അയാൾ തിരിച്ചു പറയുകയാണ്, ഞാനിത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ നിന്നോട് ഔദു ബില്ലാഹി മിൻക്, നിന്നിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുകയാണ് എന്നവൻ രക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഅഈദു, നിർബന്ധമായും നീ അവന് രക്ഷ നൽകേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ അവൻ ആ രൂപത്തിൽ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട്, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിക്കലും അവന്റെ നാമത്തെ ആദരിക്കലുമാണത്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിച്ചുകൊണ്ട്, റബ്ബിനെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്നോട് പറയുകയാണ്, ഞാനത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവന് ഫഅഈദു, നീ രക്ഷ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ വേറൊരു ശത്രുക്കളുടെ വിഷയത്തിൽ അല്ലെ ആരെങ്കിലും ഒക്കെ അവനെ ഉപദ്രവിക്കാൻ വരികയാണ്, അവർ നമ്മുടെ അടുക്കൽ വന്നിട്ടുള്ള ചോദിക്കാൻ, അള്ളാഹുവിനെ തൊട്ട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്, ഇന്നാളൊക്കെ എന്നെ ആക്രമിക്കാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു, നിങ്ങൾ എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞാൽ ഫഅഈദു, അവന് ആ സംരക്ഷണം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സംരക്ഷണം നൽകണം. എന്നാൽ ഇവൻ ഈ സംരക്ഷണം ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉപദ്രവമുള്ള കാര്യത്തിനാണ് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുൽമിനാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്താനാണെങ്കിൽ അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ പാടില്ല. ഒരാൾ മറ്റൊരാളെ കൊന്നിട്ട് നമ്മളോട് സംരക്ഷണം ചോദിക്കുകയാണ്, അല്ലെ ഒരു സാധുവായ മനുഷ്യനെ കൊന്നിട്ട് നമ്മളോട് സംരക്ഷണം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരാളുടെ പണം തട്ടിയെടുത്തിട്ട് നമ്മളെ വീട്ടിൽ സംരക്ഷണം നൽകണം, അപ്പുറത്തെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടുവന്നിട്ട് ഒന്ന് എന്നെ ഇവിടെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇല്ല. അവൻ ചിലപ്പോൾ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോലും ഇല്ല, അവിടെ ചെയ്യാൻ പാടില്ല. ഇവിടെ സഹോദരങ്ങളെ ളുൽമിന് ഒരിക്കലും നമ്മൾ കൂട്ടുവെക്കാൻ പാടില്ല. കാരണം ഇന്നഹു ലാ യുഹിബ്ബു ളാലിമീൻ, അല്ലാഹു തആല അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം, അവന്റെ താല്പര്യമാണ് നോക്കേണ്ടത്. റബ്ബ് ഒരിക്കലും ഫസാദും ളുൽമും ഇഷ്ടപ്പെടുന്നവനല്ല. അതുകൊണ്ട് റബ്ബിന്റെ പേരിൽ അവൻ അവിടെ രക്ഷ ചോദിച്ചാലും ആ ഘട്ടങ്ങളിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വമൻ സഅലകും ബില്ലാഹി ഫഅതു, രണ്ടാമത് പറഞ്ഞ ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫഅതു, അവന് കൊടുക്കണം. ഒരാൾ പറയാണ്, ഒരു സാധു വന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്നെ സഹായിക്കണം, ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അവന് സക്കാത്തിന് അവകാശിയാണ് എങ്കിൽ അവനപ്പോൾ അവനോട് രണ്ട് ബാധ്യത നമുക്കുണ്ട്. ഒന്ന്, അവൻ സക്കാത്തിന് അവകാശിയാണ്, അവന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്, അവൻ ഇങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ ചോദിച്ചു, അസ്അലുക്കും ബില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ചോദിക്കുന്നു, നീ എനിക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അവന് കൊടുക്കേണ്ടതാണ്. എന്നാൽ ഒരാളുടെ അവസ്ഥ നമുക്കറിയാം, അയാൾ വെറുതെ ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്നും പിരിക്കുന്ന ആളാണ്, അയാൾ സക്കാത്തിന് അർഹനൊന്നുമല്ല. ചിലപ്പോൾ നല്ല പണം ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ചോദിക്കുന്നു, ഫീ സബീലില്ലാഹ് അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. കാരണം അവന്റെ ഹാല് നമുക്കറിയാവുന്നതാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ ഒരു ഹറാമിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചോദിച്ചാൽ അതും കൊടുക്കേണ്ടതില്ല. ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാനിത് അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചോദിക്കുകയാണ്, എനിക്കൊരു ഇന്ന് എന്തെങ്കിലുമൊക്കെ ഹറാമായ വസ്തുക്കൾ, സിഗരറ്റോ മറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, അതിനെന്തെങ്കിലുമൊക്കെ പൈസ തരണം എന്ന് വെച്ചാൽ കൊടുക്കാൻ പാടില്ല. കാരണം അത് പാപങ്ങളിലുള്ള സഹായമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ചില ആളുകൾ ഈ ഒരു പേര് മുതലെടുത്തിട്ടുകൊണ്ട് അനുവദനീയമായ ചില കാര്യങ്ങൾ തന്നെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു വാച്ച് നമ്മുടെ കയ്യിലുണ്ട്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്. ചില ആളുകൾ പറയും, അസ്അലുക്കും ബില്ലാഹി അൻ തുഅ്തീനി നിസാ, നിങ്ങളുടെ കയ്യിലെ വാച്ചൊന്നും എനിക്ക് തരാം, അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ചോദിക്കുകയാണ് എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, അവിടെ നീ കൊടുക്കൽ നിനക്ക് നിർബന്ധമില്ല. കാരണം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അടുത്ത് എന്ത് നല്ലത് കണ്ടു കഴിഞ്ഞാലും പറയും, ആ ഫോണ് എനിക്ക് തരുമോ, ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ അടുത്ത ആ പെണ്ണ് എനിക്ക് തരുമോ. എന്താണുള്ളത്? ഇവൻ വിചാരിക്കുന്നത് അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചോദിച്ചാൽ എന്തായാലും തരണം എന്ന് ഹദീസ് ഉണ്ടല്ലോ, ഈ ചോദിക്കുന്നവന് ഈ ഹദീസ് അറിയുണ്ടാവും. അങ്ങനെ ഓരോന്ന് ഇവൻ കാണുന്ന ആൾക്കാരോടൊക്കെ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങും. ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ദീനുൽ ഇസ്ലാമിലില്ല. അതല്ലാത്ത ഘട്ടങ്ങളിൽ ഒരാൾ ചോദിക്കുകയാണ്, ഒരാവശ്യത്തിന് വേണ്ടി ചോദിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമത്തെ നമ്മൾ ആദരിച്ചുകൊണ്ട്, റബ്ബിനെ ആദരിച്ചുകൊണ്ട് അത് കാര്യത്തെ പരിഗണിക്കണം. സാധാരണ ചോദിച്ചതുപോലെ ആകാൻ പാടില്ല. റബ്ബിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗാംഭീര്യം നൽകിക്കൊണ്ട്, പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ കൊടുക്കണം. അവസാനം പറഞ്ഞത്, വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ, ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കൊരു നന്മ ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫകാഫിഉ, അതിന് പ്രത്യുപകാരം നിങ്ങൾ നൽകണം എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തു തന്നു, ഒരു ഹദിയ തന്നു, സമ്മാനം തന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ നേരത്തെ അയൽവാസി ബന്ധങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അയൽവാസി ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ ഫകാഫിഊ, നിങ്ങൾ അതുപോലെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഫൈൻ ലം തജിദു, എന്നാൽ ചില സമയത്ത് നമുക്ക് സാധിക്കുകയില്ല. കാരണം ഒരാൾ വലിയൊരു സമ്മാനം നമുക്ക് തന്നു, വലിയ നമ്മളെ കൊണ്ട് വഹിക്കാൻ പറ്റാത്ത വലിയൊരു സമ്മാനമാണോ ചില ആൾക്കാർ തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചങ്ങോട്ട് അതുപോലെ കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾക്ക് അതുപോലത്തെ ഒന്നുമില്ല. അപ്പോൾ ഫദ്ഉ ലഹു, അവന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. ആ ആളുകൾക്ക് വേണ്ടി, അയാൾക്ക് മഗ്ഫിറത്തിന്, പാപമോചനത്തിന് വേണ്ടി, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അയാൾക്ക് ഒരുപാട് ബറക്കത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതൊക്കെ നമ്മൾ അയാളുടെ അദൃശ്യത്തിൽ തന്നെ ദുആ ചെയ്യുക. നേരിട്ട് തന്നെ ജസാക്കല്ലാഹു ഖൈറൻ, അല്ലാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ പോലെയുള്ള പ്രാർത്ഥനകൾ നടത്തുക. അതിന് പുറമേയും പ്രാർത്ഥനകൾ നടത്തുക. ഇതൊക്കെ ചെയ്യുക. ഇതിനപ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിവില്ലാത്ത സമയത്തായിരിക്കാം. ചില സമയത്ത് ചില ആളുകൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഇപ്പോൾ ഭരണാധികാരി നേരിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുകയാണ്. പൊതുവെ രാജാവ് നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഫദ്ഉ, ആ ആൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഈ അധ്യായം ബാബുൽ ബിർരി വസ്സില എന്ന അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത അധ്യായം ബാബുൽ സുഹ്ദി വൽ വറ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.